നമസ്കാരം. സാധാരണ ജീവിതം അതിൽ നിന്ന് എങ്ങനെ ഒരു കലാജീവിതത്തിലേക്ക് പറിച്ചു നടപ്പെടാം, അതിന് ഏറ്റവും വലിയ തെളിവാണ് എസ്.കെ. മിനി. അവരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. മലയാള സിനിമയിലെ ഒരുപാട് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ, KPSC ലളിത, ഫിലോമിന, ഇങ്ങനെ. എന്നാൽ ന്യൂജൻ അമ്മ, മലയാള സിനിമയിലെ ന്യൂജൻ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന വ്യക്തിത്വമാണ് എസ്.കെ. മിനി. സിനിമയെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഒരു ലോകം എനിക്ക് വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ആലോചിച്ചതല്ല. അപ്പം ഞാൻ ദൂരദർശനിലെ അവതാരകയും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയിട്ട് ഇരിക്കുന്നൊരു സമയമാണ്. അപ്പോഴാണ് രാജീവ് രവി എന്നെ സിനിമയിലേക്ക് വിളിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു സ്കൂളിലും കോളേജിലും ഒക്കെ നാടകം, നൃത്തം ഇതൊക്കെ ചെയ്തിട്ടുള്ള ഒരു ടാലൻ്റ് ഉണ്ട്. പിന്നെ നിരീക്ഷ എന്ന് പറഞ്ഞൊരു സ്ത്രീ നാടകവേദിയുമായിട്ട് സഹകരിച്ച് അഭിനയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വളരെ കുറച്ചേ ഉള്ളൂ, എന്നാൽ പോലും അഭിനയം അപ്പോഴും ഉണ്ട്. അന്നേരമാണ് ഇങ്ങനൊരു അവസരം വരുന്നത്. അപ്പോൾ രാജീവ് രവിയുടെ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ആണ് ഫറാൻ ഫാസിലിൻ്റെ അമ്മയായിട്ടാണ് സിനിമയിലെ തുടക്കം. പിന്നെ ഭാഗ്യവശാൽ അമ്മയായിട്ട് തുടർന്ന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നീട് ഏതൊക്കെ ആരുടെയൊക്കെ അമ്മയായി? നേരത്തെ പറഞ്ഞ പോലെ പുതിയ തലമുറയുടെ കുട്ടികളുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ പറ്റി. ഒന്ന് നിമിഷ സജയൻ, തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്നുള്ള സിനിമയിൽ നിമിഷയുടെ അമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് പടയോട്ടം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ബിജുമേനോനൊക്കെ നായകനായിട്ട്, അതിൽ ബേസിലിൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അള്ളു രാമേന്ദ്രൻ, കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള സിനിമ, അതിൽ കൃഷ്ണനുണ്ണിയുടെ അമ്മ. പിന്നെ അത് കഴിഞ്ഞിട്ട് തീവണ്ടിയിലെ നമ്മുടെ ടൊവിനോയുടെ അമ്മ. പിന്നെ എനിക്ക് തോന്നുന്നു അർച്ചന 31 നോട്ട് ഔട്ട്, അതിൽ ഐശ്വര്യ ലക്ഷ്മിയുടെ അമ്മ. ഇത്രയുമാണ് ഞാൻ അമ്മ വേഷങ്ങളായിട്ട് ചെയ്തത്. പിന്നീട് പിന്നെ രാജീവ്നാഥ് സാറിൻ്റെ ഹെഡ് മാസ്റ്റർ എന്നുള്ള സിനിമയിൽ ഒരു അധ്യാപികയുടെ വേഷമായിരുന്നു. പിന്നെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. FFK സെലക്ഷൻ കിട്ടിയിട്ടുള്ള സ്ലീപ്ലെസ്ലി യുവേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിനിമ, അതിലൊരു ചെറിയ വേഷം. പിന്നെ വൃത്താകൃതിയിലുള്ള ചതുരം എന്ന് പറഞ്ഞ് കൃഷാന്തിൻ്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തത്, അതിലും ഒരു ചെറിയ വേഷം. പിന്നെ ഷോർട്ട് മൂവീസ്, ആഡ് ഫിലിംസ്, അങ്ങനെ പോവുമായിരുന്നു. പിന്നെ നല്ലൊരു ഇടവേള വന്നു, ഒരു 4-4.5 വർഷത്തെ ഇടവേള വന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു സിനിമ ചെയ്തു, അത് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതിലൊരു ക്യാരക്ടർ റോളെന്ന് പറയാനില്ല, പക്ഷേ ത്രൂ ഔട്ട് ദ മൂവി സീൻ പ്രസൻസ് ഉണ്ട്, ഡയലോഗ്സും ഉണ്ട്. അതൊരു ചെറിയ നല്ല ബ്രേക്കായിരുന്നു. നിങ്ങൾ പിന്നെ മാധ്യമപ്രവർത്തകയായിരുന്നു, കലാപ്രവർത്തകയായിരുന്നു, അതുപോലെ നാടകരംഗത്തൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ജീവിത വഴിത്താരയിൽ ഇപ്പോൾ നിങ്ങൾക്കിടെ യഥാർത്ഥമായ എന്താണ് എന്നുള്ള ഒരു നിങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു നിർവചിച്ച് പറയാൻ പറ്റൂ ഇനി മുന്നോട്ടുള്ള? തൊഴിലെന്ത് എന്നുള്ളത് നിർവചിക്കേണ്ട. എൻ്റെ പാഷൻ, എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നും തിരഞ്ഞെടുത്തിട്ടുള്ള മാർഗം. തൊഴിലിന് വേണ്ടി ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സക്സസ് നേടിയല്ല. നമ്മൾ പറയില്ലേ, ഒരു നേട്ടങ്ങളുണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നില്ല. എൻ്റെ മനസ്സും എൻ്റെ ചിന്തകളും എൻ്റെ പ്രതിഭയും അല്ലെങ്കിൽ വാസനകളും തൃപ്തിപ്പെടുത്തുന്ന എന്തിലും എനിക്ക് ഇടപെടാൻ കഴിയും. അതിൻ്റെ പിന്നാലെയാണ് ഞാൻ പോയിട്ടുള്ളത്. മാധ്യമരംഗത്ത് നിന്നും സാധാരണ ജീവിതത്തിൽ നിന്നും സിനിമയിലേക്ക് വന്നുവെങ്കിലും ടൈപ്പ് കാസ്റ്റ് ചെയ്തുകൊണ്ട് അമ്മ വേഷത്തിൽ ഒതുങ്ങിപ്പോകുമെന്ന് കരുതിയ മിനി അതിൽ നിന്ന് പുറത്തു ചാടിയിരിക്കുന്നു. ഇപ്പം അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിൽ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളാണ് എസ്.കെ. മിനിയെ തേടിയെത്തുന്നത്. അത് അവരിലൊരു ശുഭപ്രതീക്ഷ ഉളവാക്കുന്നു. ആ പ്രതീക്ഷയുടെ ലോകത്തേക്കാണ് അവരുടെ ഇനിയുള്ള യാത്ര.